ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ശൂന്യങ്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം കരുതൽ അഥവാ കെയറിങ്. മറ്റുള്ളവരുടെ ആവശ്യഭാരങ്ങൾ നമ്മൾ മനസ്സിലാക്കി ദൈവസ്നേഹത്തോടെ മനസ്സലിവോടെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ലഘൂകരിച്ചു കൊടുക്കുന്നതിനെയാണ് കരുതൽ അഥവാ കെയറിങ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ശൂന്യങ്കാരത്തി എലീശ പ്രവാചകന് ചെയ്തു കൊടുത്തത്. എലീശ പ്രവാചകൻ യാത്ര ചെയ്ത് ശൂനേമിലെത്തുന്നത് വളരെ വിശന്നും ക്ഷീണിച്ചുമാണ്. അപ്പോൾ പ്രവാചകൻ ആഗ്രഹിക്കുന്നത് ആഹാരവും വിശ്രമവും മാത്രമാണ്. പ്രവാചകന്റെ ഈ ആവശ്യങ്ങൾ ശൂന്യങ്കാരത്തി തിരിച്ചറിഞ്ഞ് കരുതലോടെ ഭക്ഷണവും വിശ്രമിക്കുവാൻ ഒരു അറയും ഒരുക്കി കൊടുക്കുന്നു. ഇതിൽ എലീശ പ്രവാചകന് വളരെ നന്ദിയും സന്തോഷവും തോന്നുന്നു. ശൂന്യങ്കാരത്തിയെ വിളിപ്പിച്ച്, നീ ഇത്ര താല്പര്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ, നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുന്നു. അവൾ ഒന്നും വേണ്ട എന്ന് പറയുന്നു. എന്നാൽ ഗേഹസി അവൾക്ക് മക്കളില്ലെന്ന് പറയുന്നു. ഉടനെ അവളെ വിളിപ്പിച്ച്, അടുത്ത വർഷം നിനക്കൊരു മകൻ ജനിക്കുമെന്ന് പറയുന്നു. അതുപോലെ അവൾ ചെയ്ത ഈ കരുതലുള്ള സൽക്രിയയ്ക്ക് പകരം ദൈവം അവൾക്ക് ഒരു മകനെ പ്രതിഫലമായി നൽകുന്നു. ഈ കരുതൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. 55-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന്. ഇതിൻ്റെ സാരം, നമ്മളുടെ ഹൃദയത്തിലുള്ള ആവശ്യഭാരങ്ങളെ ഓർത്ത് വ്യാകുലരാകാതെ വിഷമിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളെ തന്നെ താഴ്ത്തി യഹോവയോട് നമ്മുടെ ഭാരങ്ങളെ അറിയിക്കുമ്പോൾ നമ്മളെ കരുതുന്ന സ്നേഹിക്കുന്ന നമ്മളുടെ സ്വർഗീയ പിതാവ് നമ്മളുടെ ഭാരങ്ങളെ ലഘുവാക്കി തരും. ഇതാണ് ദൈവത്തിൻ്റെ കരുതൽ. നമ്മളും അന്യോന്യം കരുതണമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർ 6-ന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീനെന്ന്. എന്താണ് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം? യോഹന്നാൻ 13-34 പറയുന്നു, ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഇതാണ് ക്രിസ്തുവിൻ്റെ പുതിയ കൽപ്പന, ന്യായപ്രമാണം. നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ അവരുടെ അത്യാവശ്യങ്ങളിൽ വളരെ ഭാരപ്പെടുമ്പോൾ നമ്മളത് മനസ്സിലാക്കി കർത്താവിൻ്റെ സ്നേഹത്തോടെ അവരെ സഹായിച്ച് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ ലഘൂകരിച്ചു കൊടുക്കണം. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടെ നമ്മൾ അവരെ സഹായിക്കണം. ഇതാണ് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമന്ന് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കരുതലോടെ പ്രവർത്തിച്ച ചിലരെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പട്ടണത്തോറും സഞ്ചരിച്ച് മിനിസ്റ്റർ ചെയ്യുമ്പോൾ അനേക സ്ത്രീകൾ കർത്താവിനെ കരുതലോടെ സഹായിക്കുന്നുണ്ട്. ചിലരുടെ പേര് അവിടെ എടുത്ത് പറയുന്നുണ്ട്, ജോഹാന, സൂസന്ന, മഗ്ദലക്കാരത്തി മറിയ, കൂടാതെ മറ്റ് പല സ്ത്രീകളും തങ്ങളുടെ വസ്തുവക കൊണ്ടും ശുശ്രൂഷ ചെയ്തും കർത്താവിനെ കരുതുന്നുണ്ടായിരുന്നു. അടുത്തതായി തബീഥ. ജോപ്പയിൽ വസിച്ചിരുന്ന ഒരു ശിഷ്യയായിരുന്നു തബീഥ. അവൾ വളരെയധികം സൽക്രിയകളും ധർമ്മങ്ങളും ചെയ്തു പോകുന്ന നല്ല സാക്ഷ്യമുള്ള ഒരു ശിഷ്യയായിരുന്നു. ദൈവം ആൾക്ക് നൽകിയ താലന്ത് ഉപയോഗിച്ച് അവിടെയുള്ള വിധവമാർക്ക് കുപ്പായങ്ങളും ഉടുപ്പുകളും തുന്നിക്കൊടുത്ത് സ്നേഹത്തോടെ കരുതലോടെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിച്ചു. ഇതാണ് തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക എന്നത്. ആ കാലത്തെ വിധവമാർ വളരെ ദരിദ്രരായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള തബീഥയുടെ കരുതലുള്ള പ്രവർത്തികൾ അവർക്കൊക്കെ വലിയ ആശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് അവൾ മരിച്ചപ്പോൾ വിധവമാർ എല്ലാവരും അവൾ തുന്നിയ കുപ്പായങ്ങളും ഉടുപ്പുകളും
കാണിച്ചുകൊണ്ട് കരഞ്ഞും കൊണ്ട് അവൾക്ക് ചുറ്റും നിന്നിരുന്നത്. പത്രോസ് അപ്പോസ്തലൻ വന്ന് മരിച്ചുപോയ തബീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൾ ജീവനോടെ എഴുന്നേറ്റിരിക്കുന്നു. അവൾ ചെയ്ത ഈ കരുതലുള്ള സൽപ്രവർത്തികൾ നിമിത്തമാണ് ദൈവം അവളെ ഉയർപ്പിച്ച് ജീവനുള്ളവളായി അവർക്ക് കൊടുത്തത്. അതുപോലെയാണ് രൂത്ത്. എത്ര കരുതലോടെയാണ് അവളുടെ അമ്മ നവോമിയെ സ്നേഹിച്ചത്. നവോമി എല്ലാം നഷ്ടപ്പെട്ട് നിരാശയോടെ ബേത്ലഹേമിലേക്ക് തിരിച്ചു പോവുകയാണ്. പ്രായമായി, ആരും സഹായത്തിനില്ല. എന്നാൽ രൂത്ത് ആ അമ്മയെ തനിയെ വിടുന്നില്ല. ദൈവസ്നേഹത്തിൽ അമ്മയ്ക്ക് വേണ്ടി കരുതലോടെയാണ് അവൾ പ്രവർത്തിച്ചത്. ആ യാത്രയിൽ അവൾ ആ അമ്മയെ സ്നേഹത്തോടെ കരുതലോടെ തളർന്നു പോകാതെ താങ്ങി ബേത്ലഹേമിൽ കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ എത്തിയതിന് ശേഷവും ആ അമ്മയെ വീട്ടിൽ വിശ്രമിക്കുവാൻ വിട്ടിട്ട് അവളാണ് വയലിലേക്ക് കതിർ പെറുക്കുവാനായി പോകുന്നത്. അങ്ങനെ അവൾ ആ അമ്മയെ വളരെ കരുതലോടെ സ്നേഹത്തോടെ സംരക്ഷിച്ചു. അതിൻ്റെ പ്രതിഫലം അവൾക്ക് ലഭിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ അവളൊരു മോവാബ്യ സ്ത്രീ ആയിരുന്നിട്ടും അവളുടെ പേർ എഴുതിയിരിക്കുന്നു. ഈ കരുതൽ എന്ന സൽപ്രവൃത്തിക്ക് ദൈവം നമ്മൾക്ക് വളരെ പ്രതിഫലം തരും. ചൂനേങ്കാരിയെ നോക്കൂ, എത്ര കരുതലോടെയാണ് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ എലീശ പ്രവാചകനെ സഹായിച്ചത്. നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ പലവിധ ആവശ്യങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവരെ സ്നേഹിച്ച് അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കണം. ഇങ്ങനെ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കർത്താവിൻ്റെ ന്യായപ്രമാണം നമ്മൾ നിവർത്തിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.